തീർച്ചയായിട്ടും അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും, സമൂഹത്തിന് മുമ്പിൽ നാണം കെടും. എന്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ്. ഇവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, മുത്തുച്ചിപ്പി കൊണ്ടുവരുമോ, എന്റെ വീഡിയോസ് കൊണ്ടുവരുമോ, എത്ര ആണുങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിരനിര വന്ന് നിൽക്കണം. നീ എന്തൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും നോ പ്രോബ്ലം. അപ്പൊ പറയുമായിരിക്കും ഞാൻ 10 കല്യാണം കഴിച്ച് 15 പിള്ളേരുണ്ടെന്ന്, ഇല്ലെങ്കിൽ 10 പേര് കൂടെ പോയെന്ന് പറയായിരിക്കും. നോ പ്രോബ്ലം, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ ആദ്യം ഒരു വോയിസിലൂടെ മാത്രം പറഞ്ഞ് ആ വഴിക്ക് പോകാമെന്ന് കരുതിയിരുന്ന വാണിംഗ് മാത്രം കൊടുത്തതാണ് ബ്രോ. ഞാൻ എങ്ങനെങ്കിലും നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഇവരുടെ സംസാരം നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, പേടിച്ചിട്ടെങ്കിലും നിർത്തുമല്ലോ എന്ന് ഞാൻ കരുതി. ഇത്രയും കാലം ശബ്ദത്തിലൂടെ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന വീണ എസ് പിള്ളേനെയാണ് നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. ആ ഒരു സ്ത്രീന്റെ വിനയം, ശബ്ദത്തിന്റെ ശൈലി, ആ ഒരു എളിമ, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കുക. ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മളെ രേഷ്മ പി തങ്കച്ചൻ വീണേന്റെ ഇന്റർവ്യൂ കണ്ട് പഠിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നുമല്ല, അവര് ഒരു അടക്കം ഒതുക്കം, ആ ഇന്റർവ്യൂക്ക് വേണ്ടി ഒരു അച്ചടക്കം, ശബ്ദ മലിനീകരണം, ഈ വക സാധനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ആ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇന്റർവ്യൂക്കകത്ത് വീണ എസ് പിള്ളെ പറയുകയുണ്ടായി, രേണു മറ്റൊരാളോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി, ഇവരെ നാറ്റിച്ചു വിടും. എന്തൊക്കെ പറഞ്ഞിട്ടാ നാറ്റിക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ട് കാണുമല്ലോ. ഈ ഒരു സ്ത്രീന്റെ കുടുംബങ്ങളിലേക്കിത് രേഷ്മ പി തങ്കച്ചനാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള തെളിവുകളും ഈ വീണ എസ് പിള്ളയുടെ കയ്യിലുണ്ട്. പിന്നെ ഈ വീണ എസ് പിള്ളയും സുധിയുമായിട്ട് എങ്ങനെ കണ്ടുമുട്ടുന്നു, അത് കോമഡി സ്റ്റാർസിന്റെ ഒക്കെ വേദിയിൽ വെച്ചാണ് കാണുന്നത്, ഏഷ്യാനെറ്റിലെ പരിപാടി. ആ ഒരു കഥകളും ഇവർ ഒരുമിച്ച് ജീവിച്ച കാലഘട്ടം, ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂക്കകത്ത് പറയുന്നുണ്ട്. ഈ ഇന്റർവ്യൂ കണ്ട ആളുകൾക്ക് അറിയാം, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടുകൊള്ളുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അറ്റുമുറയും കേട്ട് വെറുതെ ആരെയും നെഗറ്റീവ് പറയാൻ വേണ്ടി വരരുത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നന്മയുടെ നിറകുടം രേണുവിന്റെ ഒരു അന്തം ഫാൻസ് ചേച്ചി പോയിട്ട് രേണുവിന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു അത്ഭുതകരമായ കമന്റ് ഇട്ടു. നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാട്ടോ. രേണു, ഇതുവരെ കാണാത്ത വീണ തലപൊക്കി വന്നിട്ടുണ്ട്. ഓ, ചേച്ചിയുടെ വർത്താനം കേട്ടാൽ തോന്നും ചേച്ചി രേണു ഒരു ഗർഭപാത്രത്തിൽ ഒരുമിച്ച് ജനിച്ചതാണ് എന്നുള്ളത്. ആ ഒരു കുഞ്ഞിതാവുന്ന ആ ഒരു 10 മാസം മുതലേ രേണുവിനെ പരിചയമുള്ളത് പോലെയാണ് ചേച്ചിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും എല്ലാവരും അവളെ അലക്കുന്നുണ്ട്. ഓ, ചേച്ചി വീണേനെ അലക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ ഈ 2-3 മാസമായിട്ട് രേഷ്മ പി തങ്കച്ചനെ ആളുകളെ എടുത്ത് അലക്കി അയലാറിയിട്ടത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പോട്ടെ, നിനക്ക് സപ്പോർട്ടുമായിട്ട് ഒരുപാട് പേരുണ്ട്. അവളുടെ വീഡിയോന്റെ താഴെയുള്ള കമന്റ് വായിച്ച് നോക്കിയാൽ മതി. ഈ രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ആ പുള്ളിക്കാരിന്റെ ഗണത്തിൽപ്പെട്ട ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും നെറികേടും വൃത്തികേടും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാണിക്കുന്ന ഒരു സ്ത്രീനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് കുരുപൊട്ടാനുള്ള സാധ്യതയുണ്ട്, പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊള്ളുന്ന ആളുകളാണെങ്കിൽ വല്ല ഒരു ബക്കറ്റ് വെള്ളമോ അല്ലെങ്കിൽ പേസ്റ്റോ ഒക്കെ അടുത്ത് വെച്ചിരുന്ന വീഡിയോ കാണുക. അതല്ല, കുരുപൊട്ടുന്ന ആളുകളാണെങ്കിൽ ഒരു കഷ്ണം തുണി എടുത്ത് വെച്ചോളും, ഒലിച്ചിറങ്ങുമ്പോൾ തുടയ്ക്കാം. അതിന് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ കൊടുത്തൊരു മറുപടിയാണ്, ഒരു വീഡിയോ പോലും കാണാറില്ല, പിന്നെ എങ്ങനെയാ കമന്റ്? അതെ, ചേച്ചി ഒരു വീഡിയോ പോലും കാണാറില്ല, പക്ഷെ എങ്ങനെയാ കമന്റ് ഒക്കെ വായിക്കുന്നതല്ലേ. പിന്നെ ഈ വീഡിയോന്റെ താഴെ വന്ന കമന്റ് ചേച്ചി എങ്ങനെ കണ്ടു, ഈ കമന്റ് എങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടു എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ചേച്ചിയുടെ ഫോണ് നമ്മളെക്കാളൊക്കെ അൾട്രാ ഡിജിറ്റൽ ആണ്, വളരെയധികം ടെക്നോളജി കൂടുതലുള്ളൊരു ഫോണാണ്. രേണു അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചനെ കുറിച്ചുള്ള എന്തെങ്കിലും കമന്റ് കണ്ടെങ്കിൽ ഈ ഫോൺ തനിയെ ഇരുന്ന് കമന്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് അതിനുള്ള ഉത്തരം കൊടുത്തോളും. അത് രേഷ്മ പി തങ്കച്ചൻ കാണാറുമില്ല, വായിക്കാറുമില്ല. പുള്ളിക്കാരിയുടെ കൈവിരലുകൾ അതിന് പിന്നിൽ പ്രവർത്തിക്കാറുമില്ല. ഒരു വീഡിയോ പോലും കാണാറില്ല, പിന്നെ ആ കമന്റ്. ആരെ സപ്പോർട്ട് ചെയ്താലും എനിക്കെന്ത്, അതന്നെ എനിക്കെന്ത്, പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കമന്റ് ഇട്ട ചേച്ചി? അടപടല മൂഞ്ചി. ദാറ്റ് ഡി നോൺ ഓഫ് മൈ ബിസിനസ്, ഐ ആം ഓൾവേസ് ഹാപ്പി. ദൈവമേ, നമുക്ക് ഈ MA വരെ പഠിച്ച വിദ്യാഭ്യാസമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഇംഗ്ലീഷ് കടുകട്ടി വാക്കുകൾ വായിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു ഗ്രാഹ്യ ശക്തി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലായ ആളുകളുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. അപ്പൊ ചേച്ചി ചോദിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. വല്ല കാര്യം ഉണ്ടായിരുന്നു ചേച്ചി? രേണുവിനൊന്ന് സൂചിപ്പിക്കാം എന്ന് കരുതി പോയതാണ്, പക്ഷേ ചേച്ചിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ബിഷപ്പിനെ ആട്ടിത്തുപ്പി വിടുന്നുണ്ട്. ആദ്യം നമ്മൾ ഫിറോസിനെ ആട്ടിത്തുപ്പി, പിന്നെ മറുനാടനെ ആട്ടിത്തുപ്പി, ഇപ്പോൾ ബിഷപ്പിനെ ആട്ടിത്തുപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ ഇതിന്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഫിറോസ്, മറുനാടൻ ഇവരുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ വീഡിയോന്റെ ലെങ്ത് അധികം ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1.5-ലോ 1.2.25-ലോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ബിഷപ്പിന്റെ വിഷയത്തിലോട്ട് കടക്കാം. ബിഷപ്പ് എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത്, പല മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം, കാരണം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ. എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല, അങ്ങനെയല്ല. ഒന്നല്ലോ പറയുന്നത്, പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാന്ന് പറയും, വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ മോശം. ഇത് തന്നെയാണ് സ്ഥിരത ഇല്ലാതെ പറയുന്നവരുടെ കാര്യം എന്ത് പറയാനാ. ഓക്കെ, അപ്പൊ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് ബിഷപ്പ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരനൊരു സ്ഥിരതയില്ല എന്നാണ് പറയുന്നത്.
രേണു എന്ന് പറയുന്ന ഈ രേഷ്മ പി തങ്കച്ചൻ കക്കാനും പഠിച്ചിട്ടുണ്ട് നിക്കാനും പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുള്ളിക്കാരിന്റെ ഇന്റർവ്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. വേറെ ഒന്നുമല്ല, ബിഷപ്പ് പലതും മാറ്റി മാറ്റി പറയുന്നതാണ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരിന്റെ ഇന്റർവ്യൂ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളിലും ഈ നമ്മളെ ഞാലിയാങ്കുഴി ബിനു ആവട്ടെ അല്ലെങ്കിൽ ഈ ചോർച്ച ആവട്ടെ ഇതിന്റെ എല്ലാത്തിന്റെ കേസുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു മറിച്ച് മാറ്റി പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ല, പക്ഷെ അദ്ദേഹം കുടുംബപരമായിട്ടുള്ള സ്വത്താണല്ലോ തന്നത്. അപ്പം അതിന്റെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുറകെ. അതിന് ഞാനൊന്നും പറയുന്നില്ല. കുടുംബപരമാണെന്ന് അറിയാം, നമുക്ക് അതിനെപ്പറ്റി അറിയാം. നമുക്ക് എന്തായാലും എനിക്ക് ഏതായാലും ആള് പറഞ്ഞ പോലെ എനിക്ക് പേരിലൊന്നും എഴുതി തന്നിട്ടില്ല ആരും. എന്റെ പേരിലൊന്നും എഴുതി തന്നിട്ടില്ല. നമ്മളെ നോബൽ ഫാദർ ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ? ഇവർക്ക് ഈ സ്ഥലം കൊടുത്തതാണ് ആദ്യം ചെയ്ത തെറ്റ്. രണ്ടാമത് ചെയ്ത തെറ്റെന്താണെന്നറിയോ? ഇവരെന്തെങ്കിലും സങ്കടം പറയുമ്പോഴേക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത് ചെയ്യുന്ന തെറ്റ്. മൂന്നാമത്തെ എന്താണെന്ന് പറയാനുള്ളത് വെച്ചാൽ ഇവർ പറയുകയുണ്ടായി എന്റെ പേരിലല്ല സ്ഥലം. അപ്പൊ ഇവരുടെ പേരിൽ അത് ആക്കി കൊടുക്കാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഇവർ ഈ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവുന്നത്. ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇന്റർവ്യൂക്കകത്ത് ഇവർ പറയും എന്റെ പേരിലല്ല സ്ഥലം, എനിക്കല്ല സ്ഥലം, എന്റെ മക്കളുടെ പേരിലാണ് സ്ഥലം, എന്റെ പേരിലെ സ്ഥലമില്ല, എനിക്കല്ല വീട്. അപ്പൊ അതിൽ ഇവർക്കത് കിട്ടാത്ത ഒരു വിഷമം, ഒരു നീരസം, ഒരു ഫ്രസ്ട്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്താന്ന് വെച്ചാൽ രേണു ഇപ്പൊ അവിടുന്ന് മാറുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് മാറും. അല്ലല്ല, എനിക്കൊന്നും ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ കാണത്തില്ല പുള്ളിയുടെ. ഇന്റർവ്യൂല് പറഞ്ഞു, അത് ഞാനാണല്ലോ പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് അത് വിഷമായിട്ടുണ്ടാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രേണുവിന്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തു. മാറിയോ? ഞാൻ ഇല്ലല്ലോ, പിന്നെ അദ്ദേഹം എന്തിനാ വിഷമിക്കുന്നത്? അല്ല, നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ പറയുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാനൊന്നും കാണുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂസും കാണുന്നില്ല. കാരണം സ്ഥിരതയില്ലാതാണ് സംസാരിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഒരു ഇന്റർവ്യൂ കാണാറില്ല, പക്ഷേ ബിഷപ്പ് സ്ഥിരതയില്ലാതാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇന്റർവ്യൂ കാണാതെ എങ്ങനെയാണ് ബിഷപ്പ് പല ഇന്റർവ്യൂവിൽ പലതാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഓ, നിങ്ങൾ ഇത് കാണാനായിട്ട് കുറച്ച് കൂട്ടുകാരികളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കൂട്ടുകാരികൾ അത് കണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. അതാണല്ലോ അല്ലെ സംഗതി, ഞാൻ മറന്നുപോയി. പിന്നെ ഇവര് പറയുകയുണ്ടായി എന്താണ് ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു ഇന്റർവ്യൂക്കകത്ത് ഒന്നല്ല 2-3 ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് വാടകയ്ക്ക് മാറാനുള്ള പ്ലാൻ ഉണ്ട്, വാടകയ്ക്ക് മാറും, എന്തിനാണ് ഇങ്ങനെ കേൾക്കുന്നത്, ദാനം കിട്ടിയതല്ലേ എന്ന് കേട്ട് മടുത്ത് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് സ്ഥലം തന്ന ആള് അല്ലെങ്കിൽ വീട് വെച്ച് തന്ന ആൾ എന്ന രീതിയിൽ ബിഷപ്പിനും ഫിറോസിനും ഉണ്ടാകുന്ന ദേഷ്യവും വിഷമവും ഒക്കെയാണ് അവരവരുടെ വീഡിയോയിൽ പറയുന്നത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞെന്ന് ഞാൻ പറയും. അല്ലാതെ ഒരു ചാനലിനോട് ഞാൻ ഇത് രേണുസുതി നല്ലതാണ്, മറ്റേ ചാനലിനോട് രേണുസുതി മോശമാണ്. ഇതിനകത്ത് ഏതാ സത്യം? ഒരുപാട് ഞാനും അദ്ദേഹത്തെ പറ്റി കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നില്ലല്ലോ. എന്നെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാനും കേട്ടു. പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുന്നുമില്ല. ഞാനൊന്നും പറയുന്നത് മോശമായിട്ട് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ ഇവര് പറഞ്ഞ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഒരു ബിഷപ്പിന്റെ മുഖച്ഛായ, വ്യക്തിത്വം, കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ടാണ് ഈ സ്ത്രീ മാറ്റിയിട്ടുള്ളത്. എനിക്ക് ബിഷപ്പിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം, ഞാൻ അതൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ വിചാരിക്കും ഓ അപ്പൊ ബിഷപ്പിന് ഏതെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എവിടേക്കോ എന്തൊക്കെയോ കരിഞ്ഞു മണക്കുന്നുണ്ട്, പുള്ളിക്കാരനാത്ര വെടിപ്പല്ല, എന്തായിരിക്കും ആ പ്രശ്നം? ഈ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി ചെകഞ്ഞു പറഞ്ഞ് കുറെ ആളുകൾ പിന്നെ അതിന്റെ പുറകെ പോകും. ബിഷപ്പിന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും തപ്പിപ്പൊക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ ഇറങ്ങും. അപ്പൊ അവിടെ വീണ്ടും ബിഷപ്പ് നാണം കെടും. അല്ലെ, ശരിയല്ലേ പറഞ്ഞത്? ഈ പുള്ളിക്കാരി ഇപ്പൊ അങ്ങനെ ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും, എന്നാലും ഞാൻ പറയില്ല, ബിഷപ്പിനെ കുറിച്ച് എനിക്കും പലത് അറിയാം, പക്ഷെ ഞാനതൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ ബിഷപ്പും അയാളിരിക്കുന്ന ആ ഒരു പദവിയും നാണം കെടും, നാറി വെളുക്കും. പുള്ളിക്കാരിക്ക് വേണ്ടത് അത് തന്നെയാണ്. എന്തിനാണ് നിങ്ങളെ സഹായിച്ച ആളുകളെ നിങ്ങൾ ഇങ്ങനെ നാറ്റിക്കുന്നത്? നിങ്ങൾക്ക് പറ്റിയതോ എന്നാ പിന്നെ പോട്ടെ, എനിക്ക് പറ്റിപ്പോയി, ഞാനത് അറിയാതെ പറഞ്ഞുപോയി, അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി, എന്നാ പിന്നെ അതോടെ നിർത്തട്ടെ എന്ന് കരുതുക അല്ലാതെ ആ മതിൽ കെട്ടാൻ പൈസ തന്ന മറുനാടനെ ആട്ടിത്തുപ്പി, ഇപ്പൊ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ ആട്ടിത്തുപ്പി, ഫിറോസിനെ പിന്നെ നേരത്തെ ആട്ടിത്തുപ്പി. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലും 24 ആയിട്ടുള്ളൊരു പിണക്കത്തിന്റെ പുറത്താണ് മറുനാടൻ മതിൽ പണിത് കൊടുത്തത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവരുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറയുകയുണ്ടായി. അത് അങ്ങനെ അല്ല എന്ന് ഫിറോസ് വന്നിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഫ്ലവേഴ്സുമായിട്ട് പിരിയാനുള്ള കാരണം, തെറ്റാനുള്ള കാരണം എന്ന് ഫിറോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുക. അവരിപ്പോ മറുനാടനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രേണുസുതിയോടും ഫാമിലിയോടും ഞാൻ മാപ്പ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീടിന്റെ പ്ലാസ്റ്ററിംഗ് ചെയ്തത് ഞാനോ എന്റെ കമ്പനിയല്ല. അവിടെ പ്ലാസ്റ്റർ ചെയ്യുന്നത് ആരാണെന്നുള്ളത് അവർക്കറിയാം. അത് ചെയ്ത ആൾക്കാർക്കെതിരെയും അവർ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. അവരുടെ പ്രസ്ഥാനത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിനെ ഒന്നുമില്ലാതാക്കാനോ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത്. അതിന്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തത്. അവിടെ ചെയ്ത എല്ലാത്തിന്റെയും ഇനിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിന്റെയും ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിനൊരു വീഡിയോ ചെയ്യാൻ പാടില്ല ആർക്കെതിരെയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ വർക്കുകൾ ചെയ്ത ആൾക്കാരും എന്നെ വിശ്വസിച്ചിട്ടാണ് അവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്തത്. ഈ പറയുന്ന മറുനാടൻ പോലും അവർ പറഞ്ഞു ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഫ്ലവേഴ്സ് ചാനൽ ഏകദേശം വീടിന്റെ വർക്ക് തുടങ്ങി 8 മാസമായിട്ട് പോലും ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീടിന്റെ വർക്കുകൾ നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഫിറോസാണ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കേരള ഹോം ഡിസൈൻ KHDC എന്ന ഗ്രൂപ്പാണ് എന്ന രീതിയിലാണ് അവർ വാർത്തകൾ കൊടുത്തിരുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഉള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവരെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സിന്റെ അടുത്ത് ദയവേത് നിങ്ങൾ ഞങ്ങളുടെ പേര് പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ സ്പോൺസർമാരെല്ലാവരും പിന്തിരിയാണ്. കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണ്, ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണെന്ന്. അത് പ്രകാരം ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങൾ ഇന്ന് പോയി. ഞങ്ങൾക്ക് അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്ന്, അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട്. വെറും 7-8 ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ വീടിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അടുത്ത ദിവസം ഞാൻ പുറത്തുവിടുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. 7-8 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് വേണ്ട, ഇത്ര നല്ല വീട് വേണ്ട, ഇത്രയും മോശമായ വീട് അവിടെ പണിയാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അനുഭവിച്ച പെയിൻ, വേദന എത്രത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പേരിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അവരുമായിട്ട് പിണങ്ങി ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിറ്റ് ആയി. ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് വോയിസുകളും ഓരോരുത്തരുടെ മെസ്സേജുകളും എല്ലാം എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ ഒരു കാരണം കൊണ്ടാണ് ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ഇവര് പിണങ്ങാനുള്ള റീസൺ. അതിനുശേഷമാണ് മറുനാടൻ ഇവർക്ക് പൈസ കൊടുക്കുന്നത് ചുറ്റുമതിലൊക്കെ കെട്ടാനും വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു മറുനാടൻ ടിവിക്കകത്ത് ഇവരുടെ ആ ഒരു വീട് പണി തുടങ്ങിയ സമയം തൊട്ടിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ വന്നിരുന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറുനാടൻ രേണു എന്ന രേഷ്മ പി തങ്കച്ചനെതിരെ ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. അതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കാം. കൊല്ലം സുധിയുടെ കുടുംബത്തിന് KHDC ഗ്രൂപ്പ് വീട് വെച്ച് കൊടുക്കുന്നെന്ന് അറിഞ്ഞപ്പം ഞാൻ അവിടെ ആ വീട് ഷൂട്ട് ചെയ്യാനൊക്കെ പോയി. ആ വീട് കണ്ടതിന് ശേഷം ഞങ്ങളുടെ MD പറഞ്ഞു, എടാ നമുക്ക് അവിടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. ഒരു വലിയ സാംസങ്ങിന്റെ അതൊക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ വേണ്ട, കോമ്പൗണ്ട് വാൾ നിർമ്മിക്കാനായിട്ട് ഫണ്ട് തികയുന്നില്ല, അപ്പൊ അത് ചെയ്തു തന്നാൽ മതി, അപ്പം 1 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് തികയത്തില്ല, ഒരു 19,000 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 19 കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ 1,19,000 രൂപ ടോട്ടലി ഇട്ട് കൊടുത്തു. ഈ പറയുന്ന പോലെ ഫ്ലവേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടോ ഫ്ലവേഴ്സിനെ നാണം കെടുത്താൻ വേണ്ടിട്ടോ ഒന്നുമല്ല ഞങ്ങളത് ചെയ്തത്. ഞങ്ങളത് ആദ്യം വലിയ റെഫ്രിജറേറ്റർ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് കരുതിയത്. KHDC പറഞ്ഞുകൊണ്ടാണ് നമ്മളത് കോമ്പൗണ്ട് വാൾ നിർമ്മിക്കാനായിട്ട് അത്രയും പൈസ കൂടി കൊടുത്തത്. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിട്ടില്ല, കാരണം നമ്മൾ പൈസ ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്കാണ് കൊടുത്തത്. അപ്പം മറുനാടൻ ആരും അവിടെ അത് സൂപ്പർവൈസ് ചെയ്യാൻ പോയിട്ടില്ല. എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നത് രേണുസുധിയുടെ ഫാദർ തങ്കച്ചനാണ്. അദ്ദേഹം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചെന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഓക്കെ, ആ 1,19,000 എങ്ങനെ കൊടുത്തു, എന്തിനു കൊടുത്തു, അവിടെ മേൽനോട്ടം വഹിച്ചത് ആര്, അവരാദ്യം അവരെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായി കാണല്ലോ. ഈ മറുനാടൻ TV തന്നെ നമ്മുടെ വിനയൻ തങ്കച്ചൻ അച്ഛൻ വിനയന്റെ വേറൊരു വീഡിയോ പുറത്തു വിടുകയാണ്. ഞാൻ എന്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് മറുനാടനെ ആട്ടിത്തുപ്പി വിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു വീട്ടിലും അതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വീട് പണി നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ മേൽനോട്ടം വഹിക്കും. ഭർത്താവോ അച്ഛനോ സഹോദരങ്ങളോ മക്കളോ അങ്ങനെ ആരെങ്കിലും ഒരാൾ ആ വീടിന്റെ മേൽനോട്ടം വഹിക്കും. അങ്ങനെ ഈ വീട് തുടക്കപ്പണി മുതൽ അവസാന പണി വരെ, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പണി വരെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് നമ്മുടെ വിനയൻ, നമ്മുടെ തങ്കച്ചൻ അലിയാസ് വിനയൻ. ആ പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ മറുനാടൻ TV ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം, കേട്ടോ. വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിന് പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ട വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മോടി തന്നെയല്ല. വാനം, ഭംഗി, തൃപ്തി, ഈ 3 വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ആ വീടിന്റെ വാനം പണിയുന്നത് തൊട്ട് പുള്ളിക്കാരൻ കൂടെ ഉണ്ട്. വീട് പണിതത് വളരെ തൃപ്തിയാണ്, സന്തോഷവുമാണ്. 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭംഗി, വളരെ ഭംഗിയായിട്ടാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ വാനം തൊട്ട് പണി തുടങ്ങി ഈ പുള്ളിക്കാരനെ ഈ വീടിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാലോ. അങ്ങനെ വരുന്ന സമയത്ത് ആ വീടിന് അതിന്റേതായ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ചെയ്താൽ ഭാവിയിലോട്ട് ശരിയാവില്ല എന്നുള്ള ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അന്ന് അവരെ ബോധിപ്പിക്കാമായിരുന്നല്ലോ. മതിൽ പണിയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാകും, ചുമരിന് ജിപ്സം പ്ലാസ്റ്റർ ഇട്ടാൽ പ്രശ്നമാകും. ഇതിനെപ്പറ്റിയൊക്കെ വളരെ അറിവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് അന്നേ പറയാമായിരുന്നല്ലോ. പിന്നെ ഭംഗിക്ക് വീടിന് അന്നും ഭംഗിയുണ്ടായിരുന്നു, ഇപ്പോഴും ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഭംഗി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. ഈ സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീടിന്റെ മുറ്റത്തിറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് നോക്കുമ്പോൾ അടിപൊളി വീടാണ്, കേട്ടോ. പിന്നെ തങ്കച്ചന്റെ ബാക്കി വിനയന്റെ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് ഇവിടെ വെക്കാം. പുള്ളി പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും എല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും, ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടാൽ അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇത് ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇത് ആരായി പറയുന്നത്, ഇത് എന്തിനാ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? അന്യനും നാനേ അമ്പിയും നാനേ. ഈ വീട് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വിനയൻ സാറ് അമ്പി ആയിരുന്നു. വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ മെയിൻ്റെനൻസ് KHDC ചെയ്യുന്നില്ല, പിന്നെ അറ്റകുറ്റപ്പണികൾ KHDC ചെയ്യുന്നില്ല, സർട്ടിഫിക്കറ്റ് KHDC വാങ്ങി കൊടുക്കുന്നില്ല. ഈ വക കാര്യങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു അന്യം കയറി അവരെ നാറ്റിക്കുമെന്ന് പറഞ്ഞ വാക്ക് അച്ചട്ടായിട്ട് നാറ്റിച്ച് പാലിച്ചു. ശേഷം കുറച്ച് ആൾക്കാരുടെ ഇടപെടൽ വന്നു. വീണ്ടും പുള്ളി അന്യനിൽ നിന്ന് അമ്പിയിലോട്ട് വന്നു. ഇപ്പതാ
വീണ്ടും അമ്പിയിൽ നിന്ന് അന്യനിലോട്ട് മാറി. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. രേഷ്മ പി തങ്കച്ചൻ ബിഗ് ബോസിലോട്ട് പോവാണ്. വീടിന് ഇത്രയും കുറവുകളുണ്ട്. ദാനം കിട്ടിയ വീടൊന്നും സ്ഥിരമായിട്ട് പരാതി കേൾക്കുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടാണ്. വീടിനെ സംബന്ധിച്ച് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പിന്നെ ബിഗ് ബോസിന്റെ വിന്നറായിട്ട് ആ ഫ്ളാറ്റ് വാങ്ങാൻ അർഹതയുള്ള ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ രേഷ്മ പി തങ്കച്ചനാണ്. ശരിയല്ലേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കിടപ്പ്. പിന്നെ നമ്മുടെ പ്രതീഷ് എന്ന് പറയുന്ന രണ സോനയുടെ സഹോദരൻ എന്ന് അവകാശപ്പെടുന്ന രണ സോനയുടെ വേണ്ടപ്പെട്ട ആളുടെയും ഭാര്യയുടെയും ഒരു ഇന്റർവ്യൂ നാം കണ്ടു. ആ ഇന്റർവ്യൂക്കകത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു കേട്ടോ. അമ്മൂന് ഇത്ര വണ്ണമുള്ളത് കൊണ്ടാണ് രേണു ചേച്ചിയുടെ കൂടെ ഇങ്ങനെ വീഡിയോ അല്ലല്ല. ചെയ്യുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാന്. അമ്മൂനെ രേണു ചേച്ചി പരിചയപ്പെട്ട് ഓൾമോസ്റ്റ് 3 മാസം അത്ര 3 മാസം ആയിട്ടുള്ളൂ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 7 years ആയി. 7 വർഷമായി. അപ്പൊ മുമ്പേ തൊട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച കല്യാണം കഴിച്ച ആളെ നിന്ന്. അപ്പൊ ആള് വണ്ണം വെച്ചാലും വണ്ണം വെച്ചില്ലെങ്കിലും ആൾ എങ്ങനെയായാലും നമുക്ക് ആളെന്നെയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ് ഇവര്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരന് ഭാര്യനെ ഇഷ്ടപ്പെടുള്ളൂ. 3 മാസമായിട്ട് മാത്രമേ രണസുനേനെ പരിചയമുള്ളൂ. ഇത്രയും അടുപ്പത്തിലാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയാണ് മറ്റു സ്ത്രീകളെക്കാൾ വലുത് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹോദര 3 മാസം പരിചയമുള്ള രണസുനയോട് നിങ്ങൾക്ക് ക്രഷ് തോന്നിയത്? സഹോദരിമാരോട് സഹോദരന്മാർക്ക് ക്രഷ് തോന്നുമോ? അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ ഇത്രയും സുന്ദരിയാണ്, ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണ്, പരസ്പരം മനസ്സിലാക്കിയതാണ് എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയോട് ക്രഷ് തോന്നാമോ? അത് ന്യായമാണോ? ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ തന്നെ ഒരു ഇന്റർവ്യൂക്കകത്ത് രണസുനേന്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞാണ് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ രണസുനേനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യം നമുക്കിത് 2-3 വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ 2-3 വീഡിയോ ആക്കുന്ന സമയത്ത് അത് എനിക്കും ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത്, നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഞാൻ രണസുനേനെ വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത് എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതത്തിന് രണസുനേനെ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചിരിക്കണോ? അതുകൊണ്ട് തന്നെ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും ആളുകൾക്ക് അതൊന്നും കാണണ്ട. ഉദാഹരണമാണ് എന്റെ ചാനലിൽ നിങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ള വേറെ വീഡിയോസ് നോക്കാം, അതൊന്നും ആർക്കും കാണണ്ട. എല്ലാവർക്കും വേണ്ടത് രണസുന രണസുന രണസുന. അപ്പൊ നമ്മൾ ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് എന്ന് കൂടെ തോന്നി. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.